ഹലോ ഗൈസ്, നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോണാണ് വിവോ T3X 5G. ഇതിന് കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഫോണിൻ്റെ മേലെ ലോറി കയറി അങ്ങനെ ഡിസ്പ്ലേ മൊത്തം പോയി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നമുക്കൊന്ന് നമ്മളിത് സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി കൊടുത്തു. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്ക് പാനലൊന്ന് ഊരെടുക്കാം. അപ്പോൾ 530 എന്ന ലിക്വിഡുമായി നെയ്സിലൊന്ന് സ്പ്രേ ഇട്ടിട്ട് നെയ്സിൽ നമുക്ക് ബാക്ക് പാനൽ ഊരാം. ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ് ഫോൺ കേട്ടോ. മൊത്തം പൊട്ടിയിട്ടുണ്ട് ഡിസ്പ്ലേ. ഓക്കെ, നൈസിൽ നമ്മളെടുത്തു, എല്ലാം ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബാക്ക് ഡോർ ഊരിയെടുത്തു. ഓക്കെ, ടൈറ്റ് ഉണ്ട്. സൈഡിൽ കുറച്ചും ലിക്വിഡ് ഇട്ടിട്ട് ഒന്നുകൂടി ഊരാം. ഓക്കെ, നൈസിലൊന്ന് 530 ലിക്വിഡ് ഇട്ടിട്ട് അങ്ങനെ അവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസിലങ്ങനെ നമുക്ക് ബാക്ക് ഡോർ ഊരെടുത്തിട്ടുണ്ട്. ഓക്കെ, പുറത്തുനിന്ന് കണ്ട കുറേ ക്യാമറ ഉണ്ട്, പക്ഷെ ഉള്ളിൽ നിന്ന് കണ്ട ഒരു ക്യാമറ 2 ക്യാമറയേ ഉള്ളൂ. ഉള്ള തട്ടിപ്പാണ് ഫോണുകാർ. ഓക്കെ, നമുക്കിന്ന് ഇതിൻ്റെ സ്ക്രൂ ഊരാം. മേലിൽ നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ഊരെടുക്കാം. ഓരോന്ന് കുറച്ച് ടൈറ്റ് ഉണ്ടാവും, നയിക്കാതെ സെറ്റാണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്. അങ്ങനെ നോക്കി നമ്മൾ സ്ക്രൂ കാര്യങ്ങൾ ഊരെടുക്കാം. പുതിയ ഫോണായിരുന്നു, അപ്പോൾ അങ്ങോട്ട് എത്ര ഒരു 2-3 മാസം ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഡിസ്പ്ലേ പൊട്ടിപ്പോയി. ഒരു വട്ടം ഡിസ്പ്ലേ മാറ്റിയതാണ് അവർ പറഞ്ഞത്. നമുക്ക് അയച്ചിട്ട് നോക്കി നോക്കാം എന്താ കണ്ടീഷൻ. അടിയത്ത് നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ഊരെടുക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് ഊരെടുക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ഊരെടുത്തിട്ടുണ്ട്. 2-3 കൂടി ബാക്കിയിട്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ ഒന്ന് ഊരെടുക്കാം. അത് നമുക്ക് സിംട്ര ഊരാം. സിംട്ര ഊരി കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിൻ്റെ സൈഡിലൊരു ചെറിയൊരു ഡോട്ട് വഴി നമുക്ക് ഊരെടുക്കാം. ഓക്കെ, ആ ഭാഗത്ത് നമുക്ക് നൈസിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ ഊരെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ ഊരെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ഉണ്ട്. പക്ഷെ നല്ല ഫോണാണ് കേട്ടോ. 5G ഫോണാണ്, നല്ല സ്റ്റോറേജ് കാര്യങ്ങൾ നല്ലതാണ്, ഹാങ്ങാത്ത ഫോണാണ്. ഓക്കെ, പ്രസ് ചെയ്ത് നമ്മൾ ബാക്ക് ഡോർ ഊരെടുത്തു. ഫിംഗർ നോക്കണ്ട, ഊരുമ്പോൾ ഫിംഗറാണ് മെയിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫിംഗർ അഥവാ പോയാൽ പിന്നെ പൊട്ടും. ഫിംഗർ കിട്ടാൻ കുറച്ച് പണിയാണ്, പുതിയ മോഡലുണ്ട്. ഓക്കെ, ബാറ്ററി നമ്മൾ ഊരെടുത്തു. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഊരെടുക്കാം. പൊന്തിച്ചാൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ കിട്ടും. കാരണം കസ്റ്റമർക്ക് മാറ്റിയ ഡിസ്പ്ലേ ആണ് പറഞ്ഞത് അവർ. ഡിസ്പ്ലേ മാറ്റിയതാണ് അവർ. ഡിസ്പ്ലേ മാറ്റിയ സാധനമായിരുന്നു. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്യാം. 4 ഭാഗത്തും നീസിൽ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്താൽ നന്നായിട്ട് ഫിറ്റിംഗ് ആവുള്ളൂ. അപ്പോൾ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് സൈഡിൽ നൈസിലൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് അമർന്ന് നമ്മൾ ഡിസ്പ്ലേ ബ്ലാങ്ക് ആവും, അതാണ് ഉണ്ടാവാറ്. ഓക്കെ, നമ്മളിതുള്ള ഡിസ്പ്ലേ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മളിതുള്ള ഡിസ്പ്ലേ RD എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കേട്ടോ, കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ നമ്മൾ അതാണ് ഇടാറുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും, കംപ്ലൈൻറ്റ് വരാറില്ല. നമുക്ക് ഓണായിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ക്ലാരിറ്റി കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഫോൺ ഓണായിട്ടുണ്ട്. വിവോ 5G ആൻഡ്രോയിഡ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. HD+ ആണ് പറയുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള RD എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ടച്ച് ഒന്ന് ചെക്ക് ചെയ്യാം.
ടച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം പക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഊരിയെടുക്കാം. ഡിസ്പ്ലേ സൈഡിൽ നെയ്സിൽ പശടാം. സൈഡിൽ നെയ്സിൽ ഗമ്മ് അധികം ഇടാതിരിക്കണം നല്ലത്, കുറച്ചിട്ടാൽ മതി. അധികം ഇട്ടാൽ പിന്നെ പ്രശ്നം വരും, മഞ്ഞ വരാൻ സാധ്യത, മഞ്ഞ വരും സൈഡിൽ അധികം ഇട്ടാലേ. പിന്നെ ഉള്ളിൽ കയറിയ പിന്നെ ഡിസ്പ്ലേ മൊത്തം ബ്ലാങ്ക് ആവും, അതിന് പ്രശ്നം വരലുണ്ട്. ഓക്കെ, ഫ്രെയിമിൻ്റെ കുറച്ച് നെയ്സിൽ 4 ഭാഗത്ത് ചെറുതായിട്ട് ഗമ്മിടാം. അങ്ങനെ നമ്മൾ ഫ്രെയിമിൻ്റെ 4 ഭാഗത്തും പശ ഇട്ടിട്ടുണ്ട്, ഡിസ്പ്ലേയിലും 4 ഭാഗത്തും പശ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഫിറ്റിങ് വരും. പിന്നെ അത് കാണാൻ നല്ല ഡിസ്പ്ലേ ഇട്ടിട്ട് തന്നെ നമുക്ക് അറിയുന്നുണ്ടാവില്ല, കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. പക്ഷേ ഡിസ്പ്ലേ ഇട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചെറിയൊരു കമ്മിട്ടാൽ മതി. അധികം കമ്മിട്ടാൽ പിന്നെ ഡിസ്പ്ലേ കംപ്ലീറ്റ് വരും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് റബ്ബർ കാര്യങ്ങൾ ഇടാം. റബ്ബർ അധികം ഇടാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് 4-5 റബ്ബർ ഇട്ടാൽ മതി. അധികം റബ്ബർ ഇട്ടാൽ പിന്നെ പ്രസ്സിങ് വരും. ഓക്കെ, റബ്ബർ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി വെക്കുക. ഓക്കെ, അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. കസ്റ്റമർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. കസ്റ്റമർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഫോൺ ശരിയാക്കണം. കസ്റ്റമർ നല്ല ഹാപ്പിയാണ്, അങ്ങനെ ഡിസ്പ്ലേ കാര്യങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ഡോർ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം. കസ്റ്റമർ നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. നമ്മളിത് വേറെ ഫോണും കൂടി വന്നിട്ടുണ്ട് ഡിസ്പ്ലേ മാറ്റാം. നാളേക്ക് നമുക്ക് ഡിസ്പ്ലേ മാറ്റാം. വിവോ Y90 വേണം. ഓക്കെ, നമ്മൾ സിമ്മിൻ്റെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം. ഏറ്റവും കൂടുതൽ സ്ക്രൂ കാര്യങ്ങളെ വരുന്നു, ഓരോന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഇടാം. അധികം ടൈറ്റ് ആക്കണ്ട, ചെറുതായി ടൈറ്റ് ചെയ്താൽ അധികം ടൈറ്റ് ആക്കി പിന്നെ സ്ക്രൂ ടൈറ്റാക്കി പുറത്തുകൂടി വരും. സ്ക്രൂ കാര്യങ്ങൾ നോക്കി അടിഭാഗത്ത് സ്ക്രൂ കാര്യങ്ങളുണ്ടാവും. സ്ക്രൂ കാര്യങ്ങളായിട്ടുണ്ട്. ചില ഫോൺ നമ്മൾ അടിഭാഗത്ത് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമൊന്നും. ഓക്കെ, മേൽഭാഗത്ത് സ്ക്രൂ ഇട്ടിട്ടുണ്ട്, അടിഭാഗത്ത് സ്ക്രൂ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിന് ബാക്ക് ഡോറിലൊന്ന് ഗമ്മിടാം. ചെറിയൊരു ഗമ്മിട്ടാൽ മതി, അധികം ഗമ്മിടാതെ. കാരണം അധികം ഗമ്മിട്ട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ പിന്നീട് ഫിംഗർ പൊട്ടും, കണ്ടതാണ്. ഓക്കെ, നമ്മൾ ബാക്ക് ഡോർ പ്രസ് ചെയ്തു, സംഭവം ക്ലിയർ ആണ്. കാര്യങ്ങൾ ഇട്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, കസ്റ്റമർ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കസ്റ്റമർക്ക് സ്ക്രീൻ ഗ്ലാസ് കൂടി വേണം. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ ഓണാക്കി നോക്കുകയാണ്. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ഒക്കെ ഓക്കെയാണ്.